ഗായ്സ്, സോ SLC മാത്സിലെ എല്ലാ ഇക്വേഷൻസും അതുപോലെ തന്നെ ടാൻജൻസിൽ നിന്നും വരാവുന്ന കുറച്ച് കൺസ്ട്രക്ഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. സോ ഈ ഒരു ഫോർമുല ഷീറ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ വാട്സപ്പ് ചാനൽ എന്ന് പറയുന്നത് എക്സലോ ഹബ്ബാണ്. അപ്പോൾ അത് ഒന്ന് പോയി ഫോളോ ചെയ്യുക. അതിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് വാട്സപ്പിൽ പോയിട്ട് എക്സലോ ഹബ്ബ് എന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ടാൻജൻ്റാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സർക്കിൾ വരക്കുക, റേഡിയസ് അവർ പറഞ്ഞ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മളതൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിൽ നിന്നും നമ്മൾ കുറച്ചുകൂടി ആ ഒരു ലൈൻ, ആ ഒരു റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. എന്നിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി ആയിട്ട് കുത്തനെ ഒരു വര കിട്ടും സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട്. ടച്ച് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ അത് ടാൻജൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഒരു റേഡിയസ് വരക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ Pയിലേക്കാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് സെൻറ്ററിൽ നിന്നും തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ എടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തതിന് ശേഷം ആ സർക്കിൾ വരയ്ക്കുക. ആ ഒരു മിഡ് പോയിന്റ് വെച്ച് സർക്കിൾ വരയ്ക്കുക. 2 സർക്കിളും കൂടി കൂട്ടിമുട്ടുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. 2 ടാൻജൻറ്റുകളെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും. പിന്നെ ടച്ചിങ് ദ സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാൻജൻ്റാണ് വരുന്നത്. ടച്ചിങ് ദ സർക്കിൾ ഇൻസർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാൻജൻ്റാണ് അവിടെ വരക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇൻസർക്കിളാണ് വരക്കേണ്ടത്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞ ആ ഒരു റേഡിയസ്, ചിലത് നമുക്ക് ഇൻ റേഡിയസ് തരും. അപ്പോൾ അത് വെച്ച് വരക്കുക. തരാത്തതിന് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ടാണ് വരക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് ഒന്ന് പ്രശ്നമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കറണ്ട് പോയപ്പോഴൊക്കെയാണ് നമ്മൾ ഫ്ലാഷ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. കാരണം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. അതായത് ആർക്കെങ്കിലും ഈ സംഭവമൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാർക്സെങ്കിലും നമുക്ക് വേഗം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ എങ്ങനെ കിട്ടണം എന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാം, എന്തായാലും സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോസ് വേണോ എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ടിപ്പ് പോലെ പറഞ്ഞുതരാം. ഈ ഒരു കൺസ്ട്രക്ഷൻ വരക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ എന്താ പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ധാരണ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ ഒരു റഫ് ഫിഗർ പോലെ വരച്ച് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തെറ്റില്ല. അത് നമുക്കറിയാം ഇങ്ങനെ ആയിരിക്കണം ഔട്ട്കം വരേണ്ടതെന്ന്. അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് വരക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറേഡിയസ് തന്നിട്ടില്ല. നമ്മളോട് 3 സൈഡ്സ് തന്നിട്ട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആംഗിൾ ബൈസെക്ടർ എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സർക്കിൾ വരക്കാൻ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇക്വേഷൻസ് മാത്രം ഇട്ടാൽ മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ആ ഒരു വരച്ച് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചാൽ ഇതുകൂടി ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്നാലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ച് ഒരു റിവിഷനൊക്കെ പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം വീഡിയോ ലാഗ് ആവും. അതുകൊണ്ടാണ് മാക്സിമം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ആവുന്നതുകൊണ്ടാണ്, ലാഗായിട്ട് വരുന്നതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ സ്പീഡ് 2x കാണണ്ട. കാരണം ഞാൻ തന്നെ 2x ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു നോർമൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുറച്ച് മനസ്സിലാവില്ല. 1.5x or 2x ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു എക്സാം ടൈമിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എൻ്റെ ഒരു വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും സ്റ്റഡി റിലേറ്റഡ് കണ്ടൻസ് ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.